PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഭാഗമാണ് അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങൾ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ പദവികളും തലവന്മാരും ചെറിയ കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓർത്തിരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കണക്ഷൻസിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി കേന്ദ്രമന്ത്രിമാരും വകുപ്പുകളും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, കേരളത്തിലെ അപ്പോയിൻമെൻറ്റ്സ് ചോദിക്കുന്നുണ്ട്. അത് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇന്ത്യയിലെ പുതിയ നിയമനങ്ങൾ കോഡിലൂടെ പഠിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. പിന്നെ നമ്മൾ പറയുന്ന കണക്ഷൻസ് കൂടാതെ, കോഡ്സ് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കോഡുകൾ നല്ലത് അറിയുമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നിയമനങ്ങളെന്ന് പറഞ്ഞിട്ട് നമുക്ക് ബേസിക്കലി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, PSC എന്ന് മാത്രമല്ല ഏതൊരു പരീക്ഷയാണെങ്കിലും അല്ലെങ്കിൽ പൊതുവിലെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ രാഷ്ട്രപതി ആരാ, ഉപരാഷ്ട്രപതി ആരാ, നമ്മുടെ പ്രധാനമന്ത്രി ആരാ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും പൊതുവെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ആദ്യം ഉൾപ്പെടുത്തി എന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാഷ്ട്രപതി ആരാ? ദ്രൗപദി മുർമു ആണ്, എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ ആണ്, ജഗദീപ് ധൻകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്, അതിൽ കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, നിലവിലെ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡാണ്. നമുക്ക് ഷോർട്ടായിട്ട് DY ചന്ദ്രചൂഡ് എന്ന് കൊടുക്കും. ചിലപ്പോൾ നമുക്ക് DY ചന്ദ്രചൂഡ് എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേരെന്താണെന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ തെറ്റിക്കരുത്, ഓപ്ഷൻസിൽ പലതരത്തിലും കൊടുത്തേക്കാം. അപ്പോൾ ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡാണ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. എത്രാമതാണെന്നും ചോദിക്കാറുണ്ട്. 50ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതിയുടെയൊക്കെ ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ചൂടനാണ് എന്നുള്ള രീതിയിലൊക്കെ ഓർത്തിരിക്കുക. ചന്ദ്രചൂഡാണ് കേട്ടോ, DY ചന്ദ്രചൂഡ് അല്ലെങ്കിൽ ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. അടുത്തത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, എപ്പോഴും PSC ചോദിക്കുന്നതാണ്, രാജീവ് കുമാർ ആണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് എന്നുള്ള രീതിയിൽ രാജീവ് കുമാർ ആണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ ആണ്. ഇനി ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്നത് സഞ്ജയ് കൗൾ ആണ്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർക്കാം. അതായത് നമ്മൾ ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഓരോരുത്തർ വിജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോരുത്തരെ കുറിച്ചൊക്കെ നമ്മൾ ഓരോ സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ കോൾ ചെയ്ത് പറഞ്ഞു പോകും അല്ലേ. അപ്പോൾ ഇങ്ങനെ കോൾ ചെയ്ത് പറഞ്ഞു പോകും എപ്പോൾ? ഇലക്ഷൻ്റെ സമയത്തൊക്കെ അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? വിജയഭാരതി സയാനി ആണ് കേട്ടോ, സയാനി. ഓക്കെ, അപ്പോൾ വിജയഭാരതി സയാനിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ. ആക്ടിംഗ് ചെയർമാൻ ആണെന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആക്ടിംഗ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. വിജയഭാരതി സയാനിയാണ് നിലവിലുള്ളത്. അടുത്തത് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമാരിയാണ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമാരിയ. ഇനി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാ? രേഖാ ശർമ്മ. അപ്പോൾ നമ്മുടെ ദേശീയ വനിതാ കമ്മീഷനാണ്. അപ്പോൾ ഈ വനിതകളൊക്കെയാണ് നമ്മുടെ ഈ കൈരേഖാശാസ്ത്രമൊക്കെ മെയിനായിട്ട് നോക്കുക എന്നുള്ള രീതിയിൽ രേഖാ ശർമ്മയാണ് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ. ഇതൊന്നും കണക്ഷൻ്റെ ആവശ്യമില്ല, ഇനി ജസ്റ്റ് ഒട്ടും ഓർത്തു വയ്ക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് പറയുന്നതേ ഉള്ളൂ. അടുത്ത ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ് കേട്ടോ. 16ാമതാണെന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. ഇനി ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനൂങ്കോയാണ്. അപ്പോൾ ഇത് പേര് ഓർത്ത് വയ്ക്കാനായിട്ട് കുറച്ച് പാടാണ് അല്ലേ. അപ്പോൾ ദേശീയ ബാലാവകാശമാണല്ലോ,
അപ്പോൾ ബാലന്മാർ എന്ന് വെച്ചാൽ എന്താ, കുട്ടികളാണ് അല്ലേ. അപ്പോൾ ബാലന്മാരെയൊക്കെ എല്ലാവർക്കും ഭയങ്കര പ്രിയങ്കമാണ് എന്നുള്ള രീതിയിലൊക്കെ, പ്രിയങ്കമല്ല പ്രിയമാണ് എന്നുള്ള രീതിയിൽ പ്രിയങ്ക അതിലോട്ട് എത്തിക്കൂടെ. അപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്, പ്രിയങ്ക് കനൂങ്കോ ആണ്. അപ്പോൾ എല്ലാവർക്കും ബാലന്മാരെയൊക്കെ ഭയങ്കര പ്രിയമാണ് എന്നുള്ള രീതിയിൽ പ്രിയങ്ക് കനൂങ്കോ എന്നത് ഓർത്തിരിക്കാം. അടുത്തത് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ഇക്ബാൽ സിംഗ് ലാൽപുര. അപ്പോൾ ന്യൂനം എന്ന് പറയുമ്പോൾ എന്താണ്, മൈനോറിറ്റീസ് ആണ്. അപ്പോൾ അവരുടെ കുറച്ച് പേരാണെങ്കിലും അവർക്ക് ഭയങ്കര ബലമാണ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക കേട്ടോ, ബലം. ഓക്കെ, അപ്പോൾ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. അപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്, ഇക്ബാൽ സിംഗ് ലാൽപുര. അപ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, കാരണം ഇനി പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഉണ്ട്. അപ്പോൾ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിക്കുമ്പോൾ അത് ഹൻസ് രാജ് ഗംഗാറാം അഹിർ ആണ് കേട്ടോ, ഹൻസ് രാജ് ഗംഗാറാം അഹിർ. അപ്പോൾ അത് നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓർക്കാം, പിന്നാക്കമാണ് അല്ലേ. അപ്പോൾ പിന്നാക്കം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കുന്നത്, ഹൻസ് എന്ന് പറയുമ്പോൾ ഹാൻസും ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. അതായത് നമ്മുടെ മമ്മൂക്കേനെ കണ്ടിട്ടുണ്ടോ സേതുറാമയ്യർ CBIയിൽ, എപ്പോഴും നമ്മുടെ ഹാൻസ് കൈകൾ പിന്നാക്കം കെട്ടിയിട്ടാണ് ആൾ നടക്കുക അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ഹാൻസ് പിന്നാക്കം കെട്ടി നടക്കുന്നതായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം അഹിർ, ഹൻസുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഭയങ്കര ബലമാണെന്നുള്ള രീതിയിൽ ഇക്ബാൽ സിംഗ് ലാൽപുരയും പിന്നാക്കം കൈകൾ ഹാൻസ് കെട്ടി നടക്കുന്നു എന്നുള്ള രീതിയിൽ ഹൻസ്രാജ് ഗംഗാറാം അഹിർ ഓർത്തിരിക്കാലോ. അടുത്തത് UPSC ചെയർമാൻ മനോജ് സോണിയാണ്. അപ്പോൾ കേരള PSC പോലെയല്ല, UPSC ഒക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ UPSC എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നോളേജ് കൂടുതൽ ആവശ്യമാണ്. നോളേജ് നോജുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ, മനോജ് സോണി. ഓക്കെ, അടുത്തത് SC കമ്മീഷൻ ചെയർമാൻ, ST കമ്മീഷൻ ചെയർമാൻ. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പുതിയ അപ്പോയിൻമെൻറ്റ്സ് ആണ്, പഠിച്ച് വെച്ചേക്കണം. അപ്പോൾ SC ST നമുക്ക് കേരളത്തിലോട്ട് വരുമ്പോൾ SCക്കും STക്കും കൂടെ ഒറ്റതാണ്. SC ST കമ്മീഷൻ ചെയർമാൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ആളേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കണം ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ. അപ്പോൾ SC കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ശ്രീ കിഷോർ മക്വാനയാണ് കേട്ടോ, ശ്രീ കിഷോർ മക്വാന. SC കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ST കമ്മീഷൻ ചെയർമാൻ ആണെങ്കിലോ അന്തർ സിംഗ് ആര്യയാണ് കേട്ടോ, അന്തർ സിംഗ് ആര്യ. ST കമ്മീഷൻ ചെയർമാൻ ആരാണ്, അന്തർ സിംഗ് ആര്യയാണ്. അപ്പോൾ SC കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ മക്വാന, ST കമ്മീഷൻ ചെയർമാൻ ആരാണ്, അന്തർ സിംഗ് ആര്യ എന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്തത് ലോക്പാൽ. നമുക്ക് ലോക്പാലും ലോകായുക്തയൊക്കെ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോകായുക്ത നമ്മൾ കേരളത്തിലെ അപ്പോയിൻമെൻറ്റ്സ് പഠിക്കുമ്പോൾ പഠിക്കും. ലോക്പാൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഖാൻവിൽക്കർ ആണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യാം. നമ്മൾ ഈ പാലൊക്കെ നമ്മൾ വിൽക്കും അല്ലേ, പാല് വിൽക്കും. അപ്പോൾ പാല് വിൽക്കുക എന്നുള്ള രീതിയിൽ ലോക്പാൽ വിൽക്കർ ഖാൻവിൽക്കർ, ജസ്റ്റിസ് ഖാൻവിൽക്കർ ആണ് ലോക്പാൽ. നിലവിലെ ലോക്പാൽ ആരാ, ജസ്റ്റിസ് ഖാൻവിൽക്കർ. അടുത്തത് അറ്റോർണി ജനറൽ. നിലവിലെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ആർ വെങ്കിട്ട രമണിയാണ്. ആർ വെങ്കിട്ട രമണി അറ്റോർണി ജനറൽ ആരാണ്, ആർ വെങ്കിട്ട രമണി. അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇനി സോളിസിറ്റർ ജനറൽ എന്ന് പറയുമ്പോൾ തുഷാർ മേത്ത. ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടായിരിക്കും തിരിഞ്ഞു പോകുക. അറ്റോർണി ജനറലും സോളിസിറ്റർ ജനറലും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് മാറിപ്പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് തുഷാർ മേത്ത സോളിസിറ്റർ എന്നുള്ളതൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ സോളിസിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നത് സോളോ ആയിട്ട് നമ്മൾ സിറ്റ് ചെയ്യുമ്പോൾ, അതായത് ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ള മീനിങ്ങിൽ സോളോ ആയിട്ട് സിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഉഷാറായിട്ടിരിക്കണം എന്നുള്ളത് അല്ലേ. പൊതുവേ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് ഉഷാറായിട്ടിരിക്കണം എന്നുള്ള രീതിയിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. അപ്പോൾ പിന്നെ അറ്റോർണി ജനറൽ ആരായിരിക്കും, ആർ വെങ്കിട്ട രമണി. അപ്പോൾ നമുക്ക് തെറ്റാതെ അങ്ങനെ ഓർത്തിരിക്കാം. ഓക്കെ, അടുത്തത് CAG. നിലവിലെ CAG ആരാണ്, ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. CAG ഗിരീഷ് ചന്ദ്ര മുർമു. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് CAG കൺട്രോളർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആരെങ്കിലും പിള്ളേരെയൊക്കെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ദേഷ്യമൊക്കെ വരുമ്പോൾ നമ്മൾ മുറുമുറുക്കും എന്നുള്ള രീതിയിലൊക്കെ മുർമു ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഗിരീഷ് ചന്ദ്ര മുർമു. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്, ഗിരീഷ് ചന്ദ്ര മുർമു. ഇനി നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്, വൈസ് ചെയർമാൻ ആരാണ്, CEO ആരാണ്. സ്ഥിരം ചോദ്യമാണ്, വൈസ് ചെയർമാനും CEOയും എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അത് തെറ്റാതെ ഓർത്തിരിക്കണം. നീതി ആയോഗിൻ്റെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദിയാണ് എന്നുള്ളത് അല്ലേ. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്, സുമൻ ബേറിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വയസ്സായിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല മനസ്സ് ആയിരിക്കും എന്നുള്ള രീതിയിൽ കേട്ടോ. സുമൻ ആണ് കേട്ടോ. അപ്പോൾ നല്ല മനസ്സുള്ളവർ വയസ്സായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ നീതി ആയോഗ് വൈസ് ചെയർമാനാണ് സുമൻ ബേറി. നീതി ആയോഗിൻ്റെ CEO ആരാണ്, BVR സുബ്രഹ്മണ്യമാണ്. CEO എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യം. CEO എന്ന് പറയുമ്പോൾ അവിടെ 3 ലെറ്റർ ഉണ്ട് അല്ലേ, അതേപോലെ തന്നെ പേരിലും ഉണ്ട് അല്ലേ, BVR സുബ്രഹ്മണ്യം. അപ്പോൾ നീതി ആയോഗിൻ്റെ CEO BVR സുബ്രഹ്മണ്യം, വൈസ് ചെയർമാൻ സുമൻ ബേറി, ചെയർമാൻ ആരാ, നരേന്ദ്രമോദി.
അടുത്തത് അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അജിത് കുമാർ മൊഹന്തിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഓർത്തിരിക്കാം, അറ്റോമിക് എനർജിയാണ്. എനർജിയോടുകൂടി ഇരിക്കുക എന്ന് പറയുന്നതായിരിക്കും എല്ലാവരുടെയും മോഹം അല്ലേ. എപ്പോഴും ഡള്ളായിട്ടൊക്കെ ഇരിക്കുക എന്ന് പറയുന്നൊരു മോഹമായിരിക്കും. അപ്പോൾ എനർജി ആയിട്ടിരിക്കാം. ആരുടെ കൂട്ട്? നമ്മുടെ ഫിലിം ആക്ടർ ഉണ്ടല്ലോ അജിത്ത് അല്ലേ. അപ്പോൾ അജിത്തിനെ പോലെ എനർജി ആയിട്ടിരിക്കുക എന്നുള്ളത് എല്ലാവരും മോഹമാണ് എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അജിത് കുമാർ മൊഹന്തിയാണ്. ഓക്കെ, ഇനി യു ജി സി ചെയർമാൻ മമിഡാല ജഗദേഷ് കുമാറാണ്. മമിഡാല ജഗദേഷ് കുമാർ. പേരുകളൊക്കെ പഠിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. യു ജി സി എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രൊഫസറെ ഓർക്കാം അല്ലേ. അപ്പോൾ പ്രൊഫസർ എന്ന് പറയുമ്പോൾ നമ്മുടെ സിനിമാ നടൻ ജഗദീഷിന് എല്ലാവർക്കും അറിയാം. ജഗദീഷ് പ്രൊഫസറായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ, കോളേജ് പ്രൊഫസറായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് യു ജി സി ചെയർമാൻ ജഗദീഷും ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് മമിഡാല ജഗദേഷ് കുമാറിലോട്ട് എത്താം. അടുത്തത് RBI ഗവർണർ. അപ്പോൾ RBI എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് RBI എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല ശക്തിയുള്ള ഒരാളാണ് അതിൻ്റെ തലവൻ എന്നുള്ള രീതിയിൽ RBI ഗവർണറാണ് ശക്തികാന്ത ദാസാണ്. ഇനി സെബിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മാധവി പുരി ബുച്ചാണ് കേട്ടോ. മാധവി പുരി ബുച്ചാണ് സെബിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ എന്ന് പറയുന്നത്. നമുക്കൊന്നുകൂടെ ഒന്ന് ഓടിച്ചിട്ട് നോക്കാം അല്ലേ. ഇപ്പോൾ രാഷ്ട്രപതി ആരാ? ദ്രൗപദി മുർമു. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ വിജയ ഭാരതി സയാനി. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമാരിയ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനൂങ്കോ. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം മെഹർ. കോഡുകളൊക്കെ ഓർക്കുന്നുണ്ടോ? അടുത്ത UPSC ചെയർമാൻ മനോജ് സോണിയാണെന്ന് പറഞ്ഞു. SC കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ മക്വാന. ST കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ അന്തർ സിംഗ് ആര്യ. ലോക്പാൽ ആണെങ്കിൽ ജസ്റ്റിസ് ഖാൻവിൽക്കർ. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. CAG ആണെങ്കിൽ ഗിരീഷ് ചന്ദ്ര മുർമു. നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദി. വൈസ് ചെയർമാൻ സുമൻ ബെറി. CEO BVR സുബ്രഹ്മണ്യം. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആണെങ്കിൽ ഡോക്ടർ അജിത് കുമാർ മൊഹന്തി. UGC ചെയർമാൻ ആണെങ്കിൽ മമിഡാല ജഗദേഷ് കുമാർ. RBIയുടെ ഗവർണർ ആണെങ്കിൽ ശക്തികാന്ത ദാസ്. സെബിയുടെ ചെയർപേഴ്സൺ മാധവി പുരി ബുച്ച്. ഇനി നിങ്ങൾക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ തരട്ടെ. നമ്മൾ പറഞ്ഞ കണക്ഷൻസ് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിലവിലെ ലോക്പാൽ ആരാണ്? ആ കണക്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുള്ളതാണെങ്കിലും താഴെ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആളുടെ പേര് കമൻറ്റ് ചെയ്യുക. നിലവിലെ ലോക്പാൽ ആരാണെന്നുള്ളത് എല്ലാവരും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സജഷൻസ് കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്